വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അനുഗമിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് തിരച്ചിലുണ്ടാകില്ല. KR അനൂപ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ, കേരളത്തെ നടുക്കിയ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് 12ാം നാളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ദുരന്ത സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുന്നത്. എത്ര മണിയോടെയായിരിക്കും പ്രധാനമന്ത്രി അവിടേക്ക് എത്തുക? മറ്റു വിവരങ്ങൾ എങ്ങനെ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. 12 മണിയോടുകൂടി വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി 3 മണിക്കൂറോളം മേഖലയിൽ തുടരും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. കണ്ണൂരിൽ പ്രത്യേക വിമാനം ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഇവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും വയനാട്ടിലേക്ക് എത്തുക. ദുരന്ത സ്ഥലം നിരീക്ഷിക്കുക ഹെലികോപ്റ്ററിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇനിയും പരിഗണിച്ചിട്ടില്ല. പ്രത്യേക കേന്ദ്ര സംഘം വയനാട്ടിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നുവെങ്കിലും ഇക്കാര്യം സംബന്ധിച്ചിട്ട് അന്തിമ തീരുമാനമോ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഈ മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിൽ ഉണ്ടാവില്ല. കർശന നിയന്ത്രണങ്ങളുള്ളതിനാൽ സന്നദ്ധ പ്രവർത്തകർക്കും തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ ഇന്ന് സാധിക്കില്ല. ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്യും. ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെ തുടർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ പരപ്പമ്പറ വനമേഖലയിൽ നിന്നും മറ്റും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയും മറ്റും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ആ മേഖലയിൽ തെരച്ചിൽ നടത്തേണ്ട ഒരു ആവശ്യകത കൂടി ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഏതായാലും അത്തരം തെരച്ചിലുകളെല്ലാം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും പുനരാരംഭിക്കുകയും ചെയ്യുക. ഏതായാലും 12 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥയും മറ്റും അനുകൂലമാണെങ്കിൽ ഹെലികോപ്റ്ററിൽ തന്നെ ദുരന്തബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശിക്കും.